Good afternoon. Good afternoon. Good afternoon, Miss. ഓഡിറ്റ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് റീ ഓഡിറ്റ് വരായിരുന്നു അല്ലേ? റീ ഓഡിറ്റ് ആയിരുന്നില്ലേ? ഓക്കെ, എല്ലാരും വായിച്ചെന്ന് കരുതുന്നു കേട്ടോ. എല്ലാരും വായിച്ചൊക്കെ നോക്കിയോ? മോക്ക് ടെസ്റ്റ് ഒക്കെ കിട്ടിയോ എഴുതാനായിട്ട്? മോക്ക് ടെസ്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് കേട്ടോ. ക്ലിനിക്കൽ ഓഡിറ്റ് പലതരത്തിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് ഉണ്ട്. ഫസ്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിതി വിവര കണക്കുകൾ ഉൾപ്പെടെയുള്ള ഓഡിറ്റ് ആണ് കേട്ടോ. അതായത് ഹോസ്പിറ്റലിലേതായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വാലുവേഷൻ ആണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. എക്സ്റേ വ്യൂ എന്ന് പറഞ്ഞാല് അതായത് എക്സ്റേ എടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ഫങ്ഷൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റ് ആണ് എക്സ്റേ വ്യൂ എന്ന് പറയുന്നത്. ഡിസീസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ എല്ലാത്തരം അതായത് ഹോസ്പിറ്റലിലുള്ള എല്ലാത്തരം രോഗങ്ങൾ അതായത് രോഗികള് പേഷ്യൻസ് എന്തൊക്കെ ട്രീറ്റ്മെന്റിന് ഏതൊക്കെ രോഗത്തിനാണ് ട്രീറ്റ്മെന്റ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസീസ് ഓഡിറ്റിൽ ഉണ്ടാകും. ഏതൊക്കെ രോഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഹോസ്പിറ്റലില് അങ്ങനെയുള്ള വിവരങ്ങള്. ഒബ്സ്റ്ററിക് കേസസ് എന്ന് പറഞ്ഞാല് പ്രസവാനന്തരപരമായിട്ടുള്ള അതായത് ഗൈനക് വിഭാഗം ഉണ്ടല്ലോ ഹോസ്പിറ്റലിലെ, അതുമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ആണ് ഒബ്സ്റ്ററിക് കേസസ് അല്ലെങ്കിൽ ഒബ്സ്റ്ററിക് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന് തന്നെ അണുബാധ നിയന്ത്രണം എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടി ശ്രദ്ധിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ഫൈനൽ ഇവാലുവേഷൻ ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഡിറ്റിൽ ഉണ്ടാവുക. നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് നഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എങ്ങനെയാണ് നഴ്സുമാരുടെ കെയർ, എന്തൊക്കെ പരിചരണങ്ങളാണ് അവർക്ക് രോഗിക്ക് കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഇവാലുവേഷൻ ആണ് നഴ്സിംഗ് ഓഡിറ്റിൽ ഉള്ളത്. ലാസ്റ്റ് വൺ ഈസ് ഡെത്ത് ഓഡിറ്റ്. അതായത് ആ ഹോസ്പിറ്റലിൽ ഇതുവരെ മരിച്ച ആളുകളുടെ കണക്കുകള് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് രോഗികൾ മരിച്ചിട്ടുണ്ടാവുന്നത് അതിന്റെ ഒരു ഫൈനൽ ഇവാലുവേഷൻ ആണ് ഡെത്ത് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ടൈപ്പ് ഓഡിറ്റുകളാണ് ഉള്ളത് കേട്ടോ. അതും ക്ലിനിക്കൽ ഓഡിറ്റുകൾ ഏതൊക്കെയാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്, എക്സ്റേ വ്യൂ, ഡിസീസ് ഓഡിറ്റ്, ഒബ്സ്റ്ററിക് കേസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ, നഴ്സിംഗ് ഓഡിറ്റ്, ഡെത്ത് ഓഡിറ്റ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. എന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ചോദിക്കില്ല. എത്ര തരത്തിലുള്ള ഓഡിറ്റ് ആണുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ഓഡിറ്റ് ആണുള്ളത് മാത്രമേ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ഏതാണെന്ന് ചോദിച്ചാല് ഇതാണ് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പങ്ക് എന്താണ്? അതെ, കൺകറന്റും റിട്രോസ്പെക്റ്റീവും ക്ലിനിക്കൽ ഓഡിറ്റ് തന്നെയാണ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ മറ്റ് വകഭേദങ്ങൾ അല്ലെങ്കിൽ മറ്റ് ടൈപ്സ് ആണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് തുടങ്ങി ഡെത്ത് ഓഡിറ്റ് വരെ മറ്റ് ടൈപ്പുകളാണ്. ഓക്കെ, ഒരു ഓഡിറ്റ് നടത്തുന്ന ഒരു പ്രോസസ്സിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പങ്ക് എന്താണ്? ഓഡിറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഹെൽപ്പുകളാണ് അവർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയൺമെന്റ്. അതായത് ഒരു സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്? അതായത് ജോലിക്കാർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ഒരുക്കി കൊടുക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ജോലിക്കാർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ റെഡിയാക്കി കൊടുക്കുന്നു. Then second point, to provide facilities, resources and a smooth supply. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ കൊടുക്കുന്നു, റിസോഴ്സസ് വിഭവങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൊടുക്കുന്നു, സപ്ലൈ അതായത് എല്ലാത്തരം കാര്യങ്ങളും അതായത് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ഹോസ്പിറ്റലിൽ വേണ്ടത് അതിന്റെ സപ്ലൈ നടത്തുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മൂന്നാമത്തെ പോയിന്റ്, to motivate to enable the medical care providers to work enthusiastically. അതായത്
ഒരു ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർ, അതായത് ഡോക്ടർമാര് നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നു. നമുക്കറിയാലോ, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ആരെങ്കിലും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആത്മവിശ്വാസം കൂടും, നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നതായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ജോലി ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോ അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നു. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ടു അറ്റൻഡ് പേഷ്യന്റ് കംപ്ലൈന്റ് ഗ്രീവൻസസ് ബൈ ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി. അതുകൂടാതെ പേഷ്യന്റിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് കേൾക്കുന്നു. ഓക്കെ, അതിന് അറ്റൻഷൻ കൊടുക്കുന്നു. പേഷ്യന്റിന്റെ പ്രശ്നങ്ങൾ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്നു. മാത്രമല്ല ഇങ്ങനെയുള്ള പേഷ്യന്റിന്റെ കംപ്ലൈന്റ്സ് ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റിയുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യുന്നു. എല്ലാ ഹോസ്പിറ്റലിലും പേഷ്യന്റിന്റെ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റിയുടെ മുമ്പിലാണ് പേഷ്യന്റിന്റെ പ്രോബ്ലംസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോ പേഷ്യന്റിന്റെ പ്രശ്നം കേട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കമ്മിറ്റിയുടെ മുമ്പില് ഇത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. Then to edit and monitor media coverages, press notes. ലാസ്റ്റ് വൺ വരുന്നത്, അതായത് ഹോസ്പിറ്റലിനെതിരെയുള്ള വ്യാജ വാർത്തകൾ ഉണ്ടാവാറുണ്ട് അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ന്യൂസിലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലൊക്കെ. അതായത് ഹോസ്പിറ്റലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ വാർത്തയായിരിക്കും ഉണ്ടായിരിക്കുക, പക്ഷെ അത് ഊതിപ്പെരിപ്പിച്ച് വലിയൊരു സംഭവമാക്കി മാറ്റും മീഡിയ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അതായത് വ്യാജ വാർത്തകളാണെങ്കിൽ സത്യാവസ്ഥ സമൂഹത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രസ് കോൺഫറൻസുകൾ അല്ലെങ്കിൽ പ്രസ് മീറ്റുകളൊക്കെ എന്ത് ചെയ്യാണ് ഹോസ്പിറ്റലിൽ വെക്കുന്നു. ഇത് ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതാണ് അവിടെ പറയുന്നത്, ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ്, പ്രസ് നോട്ട്സ്. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള വ്യാജ വാർത്തകളൊക്കെ വരുമ്പോൾ അതിനെ മൂടി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. The next point, patient satisfaction surveys to reveal the gray areas. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഗ്രേ ഏരിയാസ് എന്ന് പറയുന്നത് നിറത്തിലുള്ള പ്രദേശങ്ങൾ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. അതെന്താണ്, അതായത് പേഷ്യന്റിനെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിന് അൺഫേവറബിൾ ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകും. അതിനെ റിമൂവ് ചെയ്തിട്ട് പേഷ്യന്റിന്റെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ ഒരു പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണോ ഇവിടം വരെ പറഞ്ഞത്? ഇവിടം വരെ പറഞ്ഞത് ക്ലിയർ ആണോ? എന്നൊന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ ലാസ്റ്റ്. Then next point, to conduct exit interview and make changes are suggested. അതായത് എക്സിറ്റ് ഇന്റർവ്യൂസ് നടത്തുന്നു. എക്സിറ്റ് ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് റിസൈൻ ചെയ്ത് പോകാൻ നിൽക്കുന്ന ധാരാളം സ്റ്റാഫുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകും. അപ്പൊ അവര് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആ സ്ഥാപനം ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് മെയിൻ ചേഞ്ചസ് ആർ സജസ്റ്റഡ്. ഇവര് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില മാറ്റങ്ങൾ കൊണ്ടുവരാം. അതായത് നമുക്കറിയാം ഇപ്പൊ വിദേശത്തേക്കൊക്കെ പോകുന്ന ധാരാളം ആളുകൾ ഉണ്ടല്ലേ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ. അതായത് നമ്മുടെ ഇവിടെയുള്ള ലോക്കൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് വിദേശ രാജ്യത്തോട്ടൊക്കെ പോയാൽ നമുക്ക് ഹൈ സാലറി ആയിരിക്കും കിട്ടുക അല്ലെ. നല്ല എന്താ പറയാ അട്രാക്റ്റീവ് ആയിട്ടുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അല്ലെ. അതായത് അവിടെ ചെലവുകളും കാര്യങ്ങളൊക്കെ കൂടുതലാണെങ്കിലും ഒരു തുക അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് പിന്നീട് ബാക്കിയുള്ള തുക എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് അയക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സേവിങ്സ് ആയിട്ട് അവിടെ സൂക്ഷിച്ചു വെക്കാം. അപ്പൊ അങ്ങനെ പോകാനായിട്ട് ധാരാളം പേര് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു 5-6 പേരൊക്കെ ആയിരിക്കും ഒരുമിച്ച് പോവാ. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ ഇതിന് പോകുന്നതിന് മുമ്പ് 1 മാസം മുമ്പ് എന്തായാലും റിസൈൻ ചെയ്യും അല്ലെ. റിസൈൻ ഇടുന്നത് 1 മാസം മുമ്പാണ്. അപ്പൊ ഇടുന്നതിന് മുമ്പായിട്ട് റിസൈൻ ഇടുന്നതിന് മുമ്പായിട്ട് പോകാൻ നിൽക്കുന്ന ആളുകളെ ഒന്ന് എന്ത് ചെയ്യും, ഇന്റർവ്യൂ പോലെ ഒന്ന് എന്താ അവരുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തും.
ഇവിടെ നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് വേണമെങ്കിലും സാലറി കൂട്ടിത്തരാം. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം പോകുന്നത്. ചിലപ്പോൾ സാലറിയിലുള്ള കുറവായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ബെനിഫിറ്റുകൾ ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ആളുകൾ പോകുന്നത്. അപ്പൊ അങ്ങനെ പോകാൻ സമയത്ത് എന്ത് ചെയ്യും? പോകരുത്, അല്ലെങ്കിൽ അവരെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ്? ചിലപ്പോൾ സാലറി കൂട്ടിക്കൊടുക്കുക എന്ന് പറയും. അതുപോലെ തന്നെ വേറെന്താ പറയാ, മറ്റു ബെനിഫിറ്റുകൾ തരാം, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രൊമോഷൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവരവരെ പിടിച്ചു നിർത്താനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോ അതിനെയാണ് ആ ഒരു പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഇതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. Then last point, to frame clear-cut objectives and policies. അതുപോലെ തന്നെ എന്താണ് ക്ലിയർ കട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായ ലക്ഷ്യങ്ങളും നയങ്ങളും ഉൾപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിലകൊള്ളുന്നു. ആ ഹോസ്പിറ്റലിന് വ്യക്തമായിട്ട് ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ചില പോളിസീസ് ഉണ്ടാകും. അത് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം കേട്ടോ. എന്തെങ്കിലും പോയിന്റ് കിട്ടാതെ എന്തെങ്കിലും നോട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. അതായത് ജോലിക്കാർക്ക് ജോലി ചെയ്യാൻ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നു. സെക്കൻഡ് വൺ, ഫെസിലിറ്റീസ് ഒരുക്കുന്നു, റിസോഴ്സസ് കൊടുക്കുന്നു, സപ്ലൈ കൊടുക്കുന്നു. ആൻഡ് തേർഡ് വൺ, ജോലിക്കാർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് എന്താ പറയാ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നു. പേഷ്യന്റിന്റെ കംപ്ലൈന്റ് കേൾക്കുന്നു. ഇനി കംപ്ലൈന്റ് ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റിയുടെ മുമ്പായിട്ട് പ്രസന്റ് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ വരുന്ന വ്യാജ വാർത്തകൾക്കെതിരെ സത്യസന്ധമായിട്ടുള്ള മറുപടി പ്രദാനം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടുവാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഒരുക്കി കൊടുക്കുന്നു. ദെൻ എക്സിറ്റ് ഇന്റർവ്യൂ നടത്തുന്നു. പുറത്തുനിന്ന് അതായത് റിസൈൻ ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ റിസൈൻ ചെയ്യാനായിട്ട് നിൽക്കുന്ന ആളുകളെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങള് രൂപപ്പെടുത്തുന്നു. ദെൻ വ്യക്തമായ ലക്ഷ്യങ്ങളും നയങ്ങളും രൂപപ്പെടുത്തുന്നു. ഇപ്പൊ ക്ലിയർ ആണോ? ഇനി അടുത്തത് ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജസ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവുക? അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ആൻ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി, അതായത് ഇതൊരു വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതായത് ഈ ഒരു ഓഡിറ്റ് റെഡി ആക്കുമ്പോൾ തന്നെ എന്താണ്, എല്ലാ ആളുകളെയും അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഭാവിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ ധാരാളം കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് ഈ ഒരു ഓഡിറ്റിലൂടെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി എന്ന് നമുക്ക് പറയാം. Then second point, promotes understanding. ക്ലിനിക്കൽ ഓഡിറ്റിലൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്. Then third point, resource effective. അതായത് വിഭവങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോ ഒരു ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വേണ്ട രീതിയിലുള്ള റിസോഴ്സസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം നമ്മൾക്ക് കാര്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Then raise the standard. കട്ടാകുന്നുണ്ടോ ആർക്കെങ്കിലും? സഫീലൊക്കെ കട്ടാകുന്നു പറയുന്നു, ബാക്കിയുള്ളവർക്ക് കട്ടാകുന്നുണ്ടോ? ക്ലിയർ ആണോ പറയുന്നത്? ഇല്ല സഫീല ഒന്ന് ലീവായിട്ടൊന്ന് റീജോയിൻ ചെയ്യട്ടോ. റേസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ നിലവാരം ഉയർത്തുന്നു. ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാല് ആ ഹോസ്പിറ്റല് ഫേമസ് ആവുക ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഉയരുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മീൻ റേസസ്
സ്റ്റാൻഡേർഡ്സ്. അടുത്തത് പ്രൊമോട്ട്സ് ചേഞ്ചസ്. ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അല്ലെ. അതിനെയാണ് പ്രൊമോട്ട്സ് ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, അതായത് നമുക്ക് ഈ ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ഇൻഫോർമേഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പോ എന്താ പറയാ, നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കാനും സാധിക്കും നമ്മൾ ഈ ഒരു ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ. അപ്പൊ പലതരത്തിലുള്ള ഒരു എന്താ പറയാ ഓവറോൾ നോളജ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാകും, ഈ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്നതാണ്. Then peer led and peer understanding. Peer led and peer understanding എന്ന് പറഞ്ഞാല് ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മനസ്സിലാക്കുക. ഈ ഓഡിറ്റ് തയ്യാറാക്കുമ്പോൾ എല്ലാവരും ചേർന്നിട്ടാണ് തയ്യാറാക്കുന്നത് അല്ലെ. എല്ലാ ഹോസ്പിറ്റലിലെ തന്നെ എല്ലാ ജീവനക്കാരും ചിലപ്പോൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോ എന്താണ്, ഇത് തിയറിക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യമുള്ളത്. ഒരുമിച്ച് പ്രവർത്തിക്കാൻ, കൂട്ടായ പ്രവർത്തനം, അതുപോലെ തന്നെ ഒരുമിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഇതിലൂടെ നടക്കുന്നുണ്ട്. Then involves patient, അതായത് പേഷ്യന്റിനെ ഉൾപ്പെടുത്തുന്നു. പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പേഷ്യന്റ് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ വരുന്നത്? ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണ്. കൂടാതെ പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്, റിസോഴ്സ് എഫക്റ്റീവ്, raises standards, promotes change, source of information, peer led and peer understanding, involves patient. പേഷ്യന്റിനെ ഉൾപ്പെടുത്തുന്നു. അതായത് ഈ ഓഡിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റ് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നില്ലേ, അതാണ് പേഷ്യന്റിനെ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുന്നത്, ഇൻവോൾവിംഗ് എന്ന് പറയുന്നത്. റിസോഴ്സ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് ധാരാളം വിഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ധാരാളം റിസോഴ്സസ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് റിസോഴ്സ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്സ്, ഓഡിറ്റ് തയ്യാറാക്കുമ്പോൾ, നമ്മളൊരു ക്ലിനിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ദാറ്റ് ഈസ് പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് അടുത്തത് പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ് നോക്കാം. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഒരു മെഡിക്കൽ ഓഡിറ്റിൽ ഉണ്ടാവുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. അതായത് മെഡിക്കൽ ഓഡിറ്റിലെ പ്രശ്നങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഓഡിറ്റ് ഇല്ലാത്തത്, അല്ലെങ്കിൽ അതിന്റെ അഭാവം. മെഡിക്കൽ റെക്കോർഡ് എന്താ പറയാ ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു അഭാവം കൊണ്ട് നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ അഭാവം കൊണ്ട് മെഡിക്കൽ ഓഡിറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. രണ്ടാമത്തെ പോയിന്റ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, പുവർ ക്വാളിറ്റി മെയിൻ്റനൻസ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ താഴ്ന്ന നിലവാരത്തിൽ സൂക്ഷിക്കുന്ന റെക്കോർഡുകൾ ഉണ്ടാവും. ഇതൊക്കെ ഒരു പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കാത്തത്, അതായത് മെഡിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുന്നതിനെ പറ്റിയുള്ള കൃത്യമായൊരു മോട്ടിവേഷൻ കൊടുക്കാത്തത് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നു. Then ignorance of value of medical audit by hospital. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾക്ക് മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിവില്ലായ്മ ഉണ്ടാകാം, അല്ലെങ്കിൽ അവരതിനെ കുറിച്ച് ബോധേഡല്ല. എന്തിനാണ് മെഡിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുന്നത് പോലും ചില ഹോസ്പിറ്റലിലേക്ക് അറിയണമെന്നുണ്ടാവില്ല. അപ്പൊ എന്താ പറയാ, അതിനെ കുറിച്ച് എന്താ പറയാ ഇതെല്ലാം പറയില്ലേ, അവോയ്ഡ് ചെയ്യാം. മെഡിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് ഹോസ്പിറ്റൽ അവോയ്ഡ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം തന്നെയായിട്ട് വരുന്നുണ്ട്. അതിന്റെ വാല്യൂ, മൂല്യം എത്രയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഹോസ്പിറ്റലുകാർക്ക് അറിയില്ല. സപ്രഷൻ ഓഫ് ഫാക്ട്സ്, റോങ് റിപ്പോർട്ടിംഗ്. അതുപോലെ തന്നെ ഓഡിറ്റിൽ വിധേയമാകുന്ന കാര്യങ്ങള് അടിച്ചമർത്തുക, ചില ഫാക്ട്സുകളെ സപ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ തെറ്റായിട്ട് എഴുതുക. ഓഡിറ്റിൽ തെറ്റായിട്ട് എഴുതുന്നതും ചില കാര്യങ്ങളെ ഒഴിവാക്കുന്നതും ഒക്കെ മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്,
incomplete record, poor quality maintenance, fear of action and lack of motivation of medical staff, ignorance of value of medical audit by hospital, suppression of facts, wrong reporting. Suppression of facts എന്ന് പറഞ്ഞാല് അതായത് വസ്തുതകളെ അടിച്ചമർത്തുക. അതായത് ശരിയായിട്ടുള്ള കാര്യം അതിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യം അതിനകത്ത് കൂട്ടിച്ചേർക്കുക. നമ്മളിപ്പോ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതിൽ തെറ്റ് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ വേണ്ട കാര്യം നമ്മൾ മാറ്റി വെക്കുകയോ ചെയ്താൽ അതിന് വാല്യൂ ഉണ്ടാവില്ല, അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ, കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റുകൾ എന്തൊക്കെയാണ്? ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കണ്ടന്റ് ആയിട്ട് വരിക? ആദ്യം ബാക്ക്ഗ്രൗണ്ട് ആണ് ഉണ്ടാവുക. നമ്മളിപ്പോ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയാലും ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയാലും ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായാലും ഉണ്ടാകും. ദെൻ ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടാകും. അതിനെ കുറിച്ചുള്ള സാരാംശം, അതിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് അതിന്റെ ഒരു റിവ്യൂ കൊടുത്തിട്ടുണ്ടാകും. ദെൻ ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റിന് വിധേയമാക്കിയിട്ടുള്ളത്, അതിന്റെ ഒരു ഏതൊക്കെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റാൻഡേർഡുകളാണ് നമ്മൾ വിധേയമാക്കിയിട്ടുള്ളത് അത് കൊടുത്തിട്ടുണ്ടാകും. ദെൻ മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്, എന്തൊക്കെ മെത്തേഡുകളാണ് നമ്മൾ ഈ ഓഡിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് നമ്മൾ ഇതിനു വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്. ദെൻ റിസൾട്ടുകൾ, ഈ ഓഡിറ്റ് മൂലം എന്തൊക്കെ ഫലങ്ങൾ അല്ലെങ്കിൽ റിസൾട്ടുകൾ ഉണ്ടായി. Then recommendations for change, അതായത് ഈ ഓഡിറ്റ് കൊണ്ട് എന്തൊക്കെ ചേഞ്ച് എന്തൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ മാറ്റം എന്തെങ്കിലും ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ട് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ, അതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരണം ഉണ്ടാക്കും. Then recommendation for further audit, ഇനിയും ഒരു ഓഡിറ്റ് തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ എന്നും കൂടി ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് കണ്ടന്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നത്? ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും, ലിറ്ററേച്ചർ റിവ്യൂ, ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്, റിസൾട്ട്, റെക്കമെൻഡേഷൻ ഫോർ ചേഞ്ച്, റെക്കമെൻഡേഷൻ ഫോർ ഫർദർ ഓഡിറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വൺ, ഓഡിറ്റിന്റെ ഡെഫിനേഷൻ കേട്ടോ, ഓഡിറ്റിന്റെ ഡെഫിനേഷൻ. സെക്കൻഡ് വൺ, ഇന്റേണൽ ഓഡിറ്റ്, എക്സ്റ്റേണൽ ഓഡിറ്റ്. Internal audit, external audit. Then medical audit, medical audit. Then clinical audit, clinical audit. Then organizational audit, organizational audit. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Types of clinical audit, concurrent audit, retrospective audit. Then medical audit committee. എപ്പോഴാണ് മെഡിക്കൽ ഓഡിറ്റ്, ആരൊക്കെയാണ് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ മെമ്പേഴ്സ്, എപ്പോഴാണ് മീറ്റിംഗ് കൂടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്, 6 സ്റ്റേജസ് ഉണ്ട് ക്ലിനിക്കൽ ഓഡിറ്റിന്. അപ്പൊ അതിന്റെ എണ്ണം, എത്ര സ്റ്റേജ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്നുള്ളത്. പിന്നെ സ്റ്റേജ് 1 പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, ആ ഒരു ഡയഗ്രാം അത് ഓർത്ത് വെക്കാം. Then selection of criteria, രണ്ടാമത്തത്. Then measuring level of performance. Okay, preparing for audit, selection of criteria, measuring level of performance. The next, re-audit എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കി വെക്കണം. Last one, advantages of clinical audit. Advantages of clinical audit. ടിക്ക് ചെയ്ത് പോയോ?
ചാപ്റ്റർ ഇഷ്ടമായോ നമുക്ക്? ഓക്കെ ആണോ? ഓക്കെ. ഇതിനടുത്തത് നമുക്ക് പുതിയൊരു ചാപ്റ്റർ എടുക്കാം. ചാപ്റ്ററിന്റെ പേര് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബേസിക് കേട്ടോ. ചാപ്റ്റർ 49 ആണ് തോന്നുന്നു നിങ്ങളുടെ ഉള്ളത്. ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ചാപ്റ്ററിന്റെ എത്രയാണ് ചാപ്റ്റർ നമ്പർ എന്നൊന്ന് കമന്റ് ചെയ്യാം, മറ്റുള്ളവരൊന്ന് മനസ്സിലാക്കട്ടെ. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബേസിക് ആണ് കേട്ടോ ചാപ്റ്ററിന്റെ പേര്. ചാപ്റ്റർ 49 ആണ് കേട്ടോ. 49. ഇപ്പൊ നമുക്ക് നോക്കാം അല്ലെ, തുടങ്ങാം അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. പ്രധാനമായിട്ടും ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം, ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഉണ്ട് അല്ലെ, സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്തെടുക്കുന്നതും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഉണ്ട്. ദാറ്റ് ഈസ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോ ഇൻട്രൊഡക്ഷൻ കുറച്ച് കൂടുതലായിട്ട് പറയാനുണ്ട്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ ചില കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറയും, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തു പോവാം. ഓക്കെ, പ്രിന്റ് കയ്യിൽ ഉണ്ടെങ്കിൽ. അല്ലാത്തവരാണെങ്കിൽ ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ നോക്കാം. നമുക്ക് എന്താണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നതെന്ന്. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം provide a general source of information about a patient's health history and doctor's scheduling timing. The system must keep data in a secure place and controlled who can get to the data in certain situations. Hospital Information System അഥവാ HIS എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം വരിക. ഒരു രോഗിയുടെ ഹെൽത്ത് ഹിസ്റ്ററി, ഡോക്ടറുടെ ടൈമിങ് എന്നിവയെ കുറിച്ചിട്ടുള്ള ഒരു പൊതു അറിവ് നമുക്ക് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് രോഗിയെ കുറിച്ച്, അതായത് രോഗിയുടെ ഹിസ്റ്ററി, അതുപോലെ ഡോക്ടർമാരുടെ ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? പേഷ്യന്റ് ഹിസ്റ്ററിയെ കുറിച്ചിട്ടുണ്ടാകും, ഡോക്ടർമാരുടെ ടൈമിനെ കുറിച്ചിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളാണ് ഇതിന്റെ സോഴ്സ് ആയിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തേൽ പറയുന്നുണ്ട്, ദ സിസ്റ്റം മസ്റ്റ് കീപ് ഡാറ്റ ഇൻ എ സെക്യൂർ പ്ലേസ് ആൻഡ് കൺട്രോൾ ഹു ക്യാൻ ഗെറ്റ് ദ ഡാറ്റ ഇൻ സർട്ടൻ സിറ്റുവേഷൻ. ഇത് അതായത് ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തില് പേഷ്യന്റിന്റെ ഡാറ്റ എന്ത് ചെയ്യുന്നു? സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആർക്കൊക്കെ എപ്പോൾ വിവരങ്ങൾ നൽകണമെന്ന് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പൊ ധാരാളം പേഷ്യൻസ് വരികയാണ്, അവർക്കൊക്കെ ഡാറ്റാസ്, അതായത് അവർക്കൊക്കെ ഇൻഫോർമേഷൻ കൊടുക്കണ്ടേ, അതൊക്കെ എപ്പോ വേണം, ആരൊക്കെ വരുമ്പോഴാണ് അങ്ങനെ കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററി, ഡോക്ടറുടെ ടൈം തുടങ്ങിയവയുടെ ഒരു സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ഇത് പേഷ്യന്റിന്റെ ഡാറ്റ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. മാത്രമല്ല ആർക്കൊക്കെ എപ്പോഴാണ് വിവരം നൽകേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ ധാരണ ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിനുണ്ട്. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ മനസ്സിലായോ? അടുത്തത്, hospital management information system is a computerized system that helps in managing clinical, financial, laboratory,
inpatient, outpatient, pharmaceutical, etc. Operating in a hospital. അതായത് HIS എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. HIS എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. അതൊരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കൽ, ഫിനാൻഷ്യൽ, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട്പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ എന്നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ നോക്കിയാൽ നിങ്ങൾ ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു ആദ്യമേ തന്നെ. മാത്രമല്ല ഒരു ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട്പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ എന്നിവയിലുള്ള പ്രവർത്തനങ്ങള് HISന്റെ സഹായത്തോടു കൂടിയാണ് നടത്തപ്പെടുന്നത്. ഓക്കെ. With the help of the hospital management information system, healthcare providers can concentrate more on providing quality healthcare to the patients. HISന്റെ സഹായത്തോടെ രോഗികൾക്ക് ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ നൽകുന്നതിൽ ഒരു ഹോസ്പിറ്റലിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോ HISന്റെ സഹായത്തോടെ എന്ത് നൽകാം? രോഗികൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ ക്വാളിറ്റി ഉള്ള സർവീസസ് കൊടുക്കാം. മാത്രമല്ല രോഗികളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് സെക്കൻഡ് പാരാഗ്രാഫ്. ഓക്കെ, ആദ്യം പറഞ്ഞു എല്ലാത്തരം കാര്യങ്ങളും ക്ലിനിക്കിൽ വരുന്നുണ്ട്, ഫിനാൻഷ്യൽ, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട്പേഷ്യന്റ് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് HISന്റെ സഹായത്തോടു കൂടിയാണ്. മാത്രമല്ല പേഷ്യന്റിനെ കൂടുതലായിട്ട് കെയർ കൊടുക്കാനും അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും ഈ സിസ്റ്റം സഹായിക്കുന്നു. മൂന്നാമത്തെ പാരഗ്രാഫ്. A hospital information system helps healthcare providers in designing their operations, including managing patient health records, EMR, EHR, appointments, billing, diagnostic and much more. എന്നത് EMR എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡാണ് കേട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡാണ് EMR. EHR എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡാണ്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ പേഷ്യന്റ് ഹെൽത്ത് റെക്കോർഡ്സിനെയാണ് നമ്മള് EMR അഥവാ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്നും EHR അഥവാ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്നും പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? രോഗികളുടെ ആരോഗ്യപരമായിട്ടുള്ള രേഖകൾ, അതായത് ഹെൽത്ത് റെക്കോർഡുകൾ എന്ന് പറയുന്നത് EMR ആയിക്കോട്ടെ, EHR ആയിക്കോട്ടെ, അതുപോലെ തന്നെ രോഗികളുടെ അപ്പോയിന്റ്മെന്റുകള്, രോഗികളുടെ ബില്ലിങ്, രോഗികളുടെ ഡയഗ്നോസ്റ്റിക്, രോഗനിർണയം എന്നിവയും അതിലേറെയുമുള്ള പ്രവർത്തനങ്ങള് രൂപകൽപ്പന ചെയ്യാൻ HIS സഹായിക്കുന്നു. അപ്പൊ എന്ത് കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്? ആരോഗ്യരേഖകൾ സൂക്ഷിക്കുന്നുണ്ട്, അപ്പോയിന്റ്മെന്റിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ബില്ലിങ്, ഡയഗ്നോസ്റ്റിക്, അതിൽ കൂടുതലുള്ള പ്രവർത്തനങ്ങള് HISന്റെ സഹായത്തോടു കൂടിയാണ് നടത്തപ്പെടുന്നത്. Then the major role of HIMS is to record information on health events and verify the quality of services at different levels of health care. The importance of patient evaluation is a part of the concept of giving importance to patients' views in developing the quality of health services. അപ്പോ ഈ HIMS എന്ന് പറയുന്നുണ്ട്, നമ്മുടെ HISനെ തന്നെയാണ് HIMS എന്നും പറയാം. അതിന്റെ തന്നെ ഒരു ഫോമാണ്. HIMSന്റെ ഫുൾ ഫോം വരുന്നത് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് കേട്ടോ. ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് HIMSന്റെ ഫുൾ ഫോം വരിക. ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ ഈ HIMSന്റെ മേജർ റോൾ എന്ന് പറയുന്നത്, അതിന്റെ പങ്ക്, ഈ ഒരു HIMS എന്ന് പറഞ്ഞാല് ഞാനൊരു ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാം എന്താണെന്ന്. മാനേജിംഗ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹോസ്പിറ്റൽസ് ഓപ്പറേഷൻ സച്ച് ആസ് മെഡിക്കൽ, ഫിനാൻഷ്യൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ലീഗൽ. ഹോസ്പിറ്റലിന്റെ എല്ലാത്തരം പ്രവർത്തനങ്ങള്, അത് മെഡിക്കൽ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിക്കോട്ടെ, ലീഗൽ ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് HMISന്റെ സഹായത്തോടു കൂടിയാണ്. HIMSന്റെ പ്രധാന പങ്ക് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത്? The major role of HIMS is to record information on health events
and verify the quality of services at different levels of health care. HMSന്റെ പ്രധാന പങ്ക് അല്ലെങ്കിൽ മേജർ റോൾ എന്ന് പറയുന്നത് ഹെൽത്ത് ഇവന്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക. ഹെൽത്ത് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള പ്രോഗ്രാംസും അല്ലെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ കൺസുകൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട റോളിൽ വരുന്നത് കേട്ടോ. HMSന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണെന്ന് ചോദിച്ചാല്, ഒന്ന് ഹെൽത്ത് ഇവന്റ്സിനെ രേഖപ്പെടുത്തുക, രണ്ടാമത്തത് ക്വാളിറ്റി, ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. രണ്ട് കാര്യങ്ങളും. ഇത്രയും വരെ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതാണ് HMSന്റെ പങ്ക്. Then the importance of patient evaluation is a part of the concept of giving importance patients use in developing the quality of health service. ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി കൂട്ടുന്നതില് പേഷ്യൻസിന്റെ വ്യൂ പോയിന്റ്സിന് പ്രാധാന്യം നൽകുക എന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ HIS അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. അതായത് ഒരൊറ്റ ക്ലിക്കിലൂടെ രോഗിയുടെ എല്ലാത്തരം കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രോഗിയുടെ ബ്ലഡ് റിപ്പോർട്ട്, രോഗിയുടെ MRI, രോഗിയുടെ CT സ്കാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ക്ലിക്കിലൂടെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ രോഗിയുടെ MRI വേണമെങ്കിലോ CT വേണമെങ്കിലോ നമുക്ക് എന്ത് ചെയ്യേണ്ട, റേഡിയോളജിയിൽ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ഈ സിസ്റ്റത്തിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അതായത് ഡോക്ടർമാർക്ക് അവരുടെ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലേ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഡോക്ടർമാർക്ക് പ്രത്യേക റൂം ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യും, ഒന്ന് സിസ്റ്റത്തിൽ നോക്കിയിട്ടാണ് നമ്മളോട് ചോദിക്കുക എന്താണ് നിങ്ങൾക്ക് രോഗം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അല്ലെ, നമ്മൾ കയറി ചെല്ലുമ്പോ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ രോഗവരൊക്കെ അതിനകത്ത് ഉണ്ടാവും. എന്നിട്ടാണ് നമ്മളോട് ചോദിക്കുക എന്ത് പറ്റി എന്ന് ചോദിക്കുക. ദാറ്റ് ഈസ് HIS. HISലൂടെ, കാരണം ആ ഡോക്ടർക്ക് ആ റൂമിൽ ഇരുന്ന് ഒരൊറ്റ ക്ലിക്കിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും അകത്തോട്ട് കയറി പോവാ ഡോക്ടറെ കാണാനായിട്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണ്ട, അത് കൊണ്ട് ചെല്ലേണ്ട ആവശ്യമില്ല, മറിച്ച് അവര് ഒരൊറ്റ ക്ലിക്ക് ചെയ്താൽ മതി. അവര് ലാബിൽ വിളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അവര് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ അറ്റാച്ച് ചെയ്തത് വന്നിട്ടുണ്ടാകും. ദാറ്റ് ഈസ് HIS. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡോക്ടർക്ക് എന്ത്, ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരിക്കലും റേഡിയോളജിയിലോ ലാബിലോ വിളിച്ചു ചോദിക്കേണ്ട ഒരാവശ്യം ഇതുമൂലം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് ഒരൊറ്റ ക്ലിക്കില് നമ്മുടെ മുന്നില് എത്തിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പാരാഗ്രാഫ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നുണ്ട് അല്ല, വൈറ്റൽസിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളത്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ വ്യൂ പോയിന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സർവീസ് ആണ് HIMS പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത നോക്കാം എന്താണ് പറയുന്നതെന്ന്. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് improving patient satisfaction through improved communication greater, provider sensitivity towards patients, improved community awareness about the quality of services, and overall better use of services in the health system. അതുപോലെ തന്നെ ഈ ഒരു HIMSന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബെറ്റർ കമ്മ്യൂണിക്കേഷനിലൂടെ രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുക, പ്രൊവൈഡറും അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡറും പേഷ്യന്റും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സർവീസിന്റെ ക്വാളിറ്റിയെ കുറിച്ചും
ഹെൽത്ത് സിസ്റ്റത്തിനുള്ളിലെ മെച്ചപ്പെട്ട ഉപയോഗത്തെ കുറിച്ചിട്ടുള്ള അവബോധം നൽകുക. ഇത്രയും കാര്യങ്ങളാണ് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്? ബെറ്റർ കമ്മ്യൂണിക്കേഷനിലൂടെ രോഗിയുടെ സംതൃപ്തി നിലനിർത്താൻ. നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലേ, നമ്മളിപ്പോ ഒരു റൂമിലോട്ട് കയറി ചെല്ലാണ്, ഡോക്ടർ ഇവിടെ നോക്കിയിരിക്കുകയാണ് നമ്മളെ, നമ്മുടെ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ എന്താണ്, രോഗികൾ ഡോക്ടറിന് നമ്മളെ കുറിച്ചുള്ള ഒരു വിവരം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരികയാണ് രോഗിയും അതുപോലെ ആ ഡോക്ടറും തമ്മിൽ. കാരണം അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ധാരാളം വിവരങ്ങൾ നമ്മളെ കുറിച്ച് കിട്ടി അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്താ, നമ്മളെ കുറിച്ച് എല്ലാവരും ഒരു അറിവുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവർക്ക് അറിയാമെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. അപ്പൊ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്താവാണ്, അവിടെ വർദ്ധിക്കാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഡോക്ടറുമായിട്ട് നമുക്ക് എന്ത് കാര്യം സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം അവിടെ കിട്ടുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി, ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഓഫ് കെയർ നമുക്ക് തരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, healthcare management software is a digitalized system that helps in controlling the health information of patients in a healthcare facility. ഇനി healthcare management software എന്നത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഡിജിറ്റലൈസ്ഡ് സംവിധാനമാണ്. ഇവിടെ എന്താ പറയുന്നത്, ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലെ രോഗികളുടെ ഹെൽത്ത് ഇൻഫോർമേഷൻസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിജിറ്റലൈസ്ഡ് സംവിധാനത്തിനെയാണ് എന്ത് പറയുക, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറയാം, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ രോഗികളുടെ ഹെൽത്ത് ഇൻഫോർമേഷൻസ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഇപ്പൊ എന്താണെന്ന്, മനസ്സിലായില്ലേ എന്താണ് HIS എന്ന്? തുടക്കം നിങ്ങൾക്ക് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ ഓക്കെ ആയിക്കോളൂ കേട്ടോ. പിന്നീട് വായിച്ചു വരുമ്പോൾ നിങ്ങൾ കണ്ട കാര്യങ്ങൾ തന്നെയാണെന്ന് മനസ്സിലായിക്കോളൂ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനിപ്പോ ഇത്രയും വായിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് ആ പിക്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇല്ല, പിക്ചർ പറഞ്ഞോട്ടെ എന്നാ? ഒരു പിക്ചർ കാണുന്നില്ലേ നിങ്ങൾ ഇവിടെ? നോക്കിയേ നിങ്ങള്, ഒരു സ്ക്വയർ, ഒരു ടേബിൾ കൊടുത്തിട്ട് അതിനുള്ളിൽ ധാരാളം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആൾക്കാർ ഇരിക്കുന്നതും പോകുന്നതും കുറെ വഴിയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. പണ്ട് കളിക്കുടുക്കിയിലൊക്കെ കണ്ടതുപോലുള്ള വഴിയൊക്കെയാണ് അവിടെ വരച്ചു വെച്ചേക്കണത് അല്ലെ. അപ്പൊ എന്താ ഇത്, ഒന്ന് 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. അത് നോക്കിയിട്ട് എന്താണെന്നൊക്കെ മനസ്സിലായതെന്ന് കമന്റ് ചെയ്യുക. റീഡ് ചെയ്തോ? എന്താ മനസ്സിലായേ? 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയപ്പോ എന്ത് മനസ്സിലായി? ഒരു ഐ ഹോസ്പിറ്റലിൽ പോയാൽ നടക്കുന്ന A to Z കാര്യങ്ങളാണെന്നാണ് സഫിയിലൂടെ കമന്റ് ചെയ്തിരിക്കുന്നത്. ശരിയാണോ? ഐ ഹോസ്പിറ്റൽ എൻവയൺമെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു ഐ ഹോസ്പിറ്റലിലെ ഫ്ലോ ചാർട്ട് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ OPD ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങള്? ഫ്ലോ ചാർട്ട് ഓർമ്മയുണ്ടോ? OPD അതുപോലെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് ആണ്
കുറച്ച് പിക്ചേഴ്സ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആരോ ചിഹ്നങ്ങൾ കൂടുതലായിട്ട് അവിടെ എടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത, മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് കേട്ടോ. ഒരു ഐ ഹോസ്പിറ്റലാണ്. ഇപ്പൊ ആദ്യം പേഷ്യന്റ് വരുമ്പോൾ ഏതൊരു ഹോസ്പിറ്റലായാലും നമ്മൾ ആദ്യം കേസ് ചെല്ലുന്നത് എവിടേക്കായിരിക്കും? എൻക്വയറി അല്ലെങ്കിൽ റിസപ്ഷൻ അല്ലെ? ആ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ ആദ്യം പോവുക. നിങ്ങളായാലും ആദ്യം പോകുന്നത് എവിടെയാണ്? എൻക്വയറി അല്ലെങ്കിൽ റിസപ്ഷൻ, അവിടെയാണ് പോവുക. ദെൻ അതിനുശേഷം എവിടേക്ക് പോകും? രജിസ്ട്രേഷൻ വിഭാഗത്തിലേക്ക് പോകും അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? രജിസ്റ്റർ ചെയ്യാനായിട്ട് അല്ലെ? നമ്മൾ ചിലപ്പോൾ ഡോക്ടറെ കാണാനായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരുടെയെങ്കിലും കൂടെ ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്തിരുന്നാലും ഡോക്ടറെ കാണാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അവിടെ വരുന്നത്. അപ്പൊ എന്തായാലും ഡോക്ടറെ കാണണമെങ്കിൽ നിർബന്ധമായും രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെ പേഷ്യന്റ് ഐ ഡി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പേഷ്യന്റ് ഐ ഡി ജനറേറ്റ് ചെയ്യുന്നത്? അതായത് പേഷ്യന്റ് നെയിം, പേഷ്യന്റ് ഡേറ്റ്, പേഷ്യന്റ് വന്ന ടൈം, പിന്നെ ഏജ്, ജെൻഡർ, റീജിയൻ ഐ ഡി, മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യന്റിന്റെ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ ന്യൂ പേഷ്യന്റ് ആണെങ്കിൽ ന്യൂ അപ്പോയിന്റ്മെന്റ് എടുക്കണം. പഴയ പേഷ്യന്റ് ആണെങ്കിൽ, നിലവിൽ ചികിത്സയിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ റിവ്യൂ അപ്പോയിന്റ്മെന്റ് ആണ് എടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂ, പുതിയതാണെങ്കിൽ ന്യൂ, പഴയതാണെങ്കിൽ റിവ്യൂ അപ്പോയിന്റ്മെന്റ്. ഓക്കെ. അതിനുശേഷം രജിസ്ട്രേഷന് ശേഷം നേരെ റൈറ്റിലോട്ട് ഒരു ആരോ മാർക്ക് പോയിട്ടുണ്ട്. അവിടെ കുറെ സാധനങ്ങൾ ചുമന്നുകൊണ്ട് ഒരാള് നിൽക്കുന്നുണ്ട് അല്ലെ? മെഡിക്കൽ റെക്കോർഡ് ചുമന്നുകൊണ്ട് ഒരാള് നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് വിചാരിക്കാം? നമുക്കത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ മെഡിക്കൽ റെക്കോർഡ്സ്? അപ്പോ മെഡിക്കൽ റെക്കോർഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇദ്ദേഹത്തിന്റെ ഫയല് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വിവരങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ. നമുക്ക് വീണ്ടും താഴേക്ക് വരാം, രജിസ്ട്രേഷനിൽ തന്നെ വരാം. പിന്നെ രജിസ്ട്രേഷനിൽ നേരെ, അതായത് മെഡിക്കൽ റിപ്പോർട്ട്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വിവരങ്ങൾ പാസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി നേരെ നമ്മൾ പോകുന്നത് ക്ലിനിക്കൽ എക്സാമിലേക്കാണ്. ക്ലിനിക്കൽ എക്സാം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നതാണ് എന്ത്? ക്ലിനിക്കൽ എക്സാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡോക്ടറെ അടുത്ത് കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയും നമ്മുടെ പേഷ്യന്റ് ഐ ഡി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കയറിയ സമയം എത്രയാണ്, നമ്മൾ ഡോക്ടറെ കണ്ട സമയം, നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയ സമയം, ആരാണ് നമ്മളെ നോക്കിയത്, ഏത് ഡോക്ടറാണ് കൺസൾട്ട് ചെയ്തത്, എന്തായിരുന്നു ഡയഗ്നോസിസുകള്, പ്രൊസീജിയർ എന്തൊക്കെയായിരുന്നു അവിടുത്തെ, എന്തായിരുന്നു ഡോക്ടർ അഡ്വൈസ് തന്നത്, പ്രിസ്ക്രിപ്ഷൻ എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയും ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ എക്സാം 3 തരത്തിലാണ് നടക്കുന്നത്. ക്ലിനിക്കൽ എക്സാമിന് ശേഷം 3 രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ കാര്യങ്ങൾ. നിങ്ങൾക്ക് കാണാം, അവിടെ 3 ലൈൻ വരച്ചിരിക്കുന്നുണ്ടോ? ക്ലിനിക്കൽ എക്സാമിന്റെ അവിടെ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ക്ലിനിക്കൽ എക്സാമിന്റെ ഇവിടെ 3 വര വരച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും താഴെയുള്ള ലൈനാണ് ഞാനിപ്പോ പറയുന്നത് കേട്ടോ. ഏറ്റവും താഴെ, മുകളിലുള്ളതല്ല പറയുന്നത്. ഏറ്റവും താഴെയുള്ള ലൈനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ക്ലിനിക്കൽ എക്സാമിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റിനെ ചിലപ്പോൾ അഡ്മിറ്റ് ആക്കാം. അഡ്മിറ്റ് ആക്കുവാണെങ്കിൽ പേഷ്യന്റെ റെക്കോർഡ് വെച്ചിട്ട് പേഷ്യന്റിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? വാർഡിലേക്ക് കൊണ്ടുപോകും. ഓക്കെ. അപ്പൊ പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആയി. വാർഡിൽ നിന്ന് നേരെ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റ് വിവരങ്ങള് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു ആലോചന. ഓക്കെ. അപ്പോ ക്ലിനിക്കൽ എക്സാമിന് ശേഷം പേഷ്യന്റ് നേരെ വാർഡിലേക്ക് പോകുന്നു. അവിടെ നിന്ന് റെക്കോർഡുകള് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പാസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ലൈൻ നോക്കിയേ, നിങ്ങൾ മിഡിലായിട്ടുള്ള ലൈൻ നോക്കിയേ. ക്ലിനിക്കൽ എക്സാമിന് ശേഷം ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം രോഗി വേണമെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർ മരുന്നുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ രോഗിക്ക് എന്ത് ചെയ്യാം? മരുന്നുകൾ മേടിക്കാം. മെഡിസിൻ ഗ്ലാസ് പ്രിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത് കണ്ടോ? മരുന്നുകൾ മേടിക്കാം. കണ്ണാശുപത്രി ആയതുകൊണ്ട് ചിലപ്പോൾ കണ്ണട എഴുതി കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ വേണമെങ്കിൽ ഗ്ലാസും അല്ലെങ്കിൽ കണ്ണട നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ പ്രിസ്ക്രിപ്ഷനും കൂടി എഴുതി കൊടുത്തിട്ടുണ്ടാവും. അത് മേടിച്ച ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? രോഗി എക്സിറ്റ് ആവുന്നുണ്ട്. അതാണ് രണ്ടാമത്തേത്. ഓക്കെ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ലൈൻ നിങ്ങൾ നോക്കിയേ. അതെന്താ പറയുന്നത്? ക്ലിനിക്കൽ എക്സാമിന് ശേഷം
പേഷ്യന്റിന് ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ പേഷ്യന്റിനെ പേഷ്യന്റ് കൗൺസിലിങ്ങിന് വിടുന്നു കേട്ടോ. പേഷ്യന്റ് കൗൺസിലിങ്ങിന് വിടുന്നു. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റ് കൗൺസിലിങ്ങിന് വിടുന്നത്. പേഷ്യന്റ് കൗൺസിലിങ്ങിന് ശേഷം പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ആ ഒരു പ്രൊസീജിയർ അവിടെ കാണിക്കുന്നുണ്ട്. അഡ്മിറ്റ് ആകുന്നു. അഡ്മിറ്റിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു അഡ്മിഷന്റെ പ്രൊസീജിയറിന് ശേഷം രോഗിയെ വാർഡിൽ കൊണ്ടുവരുന്നു. വാർഡിൽ കൊണ്ടുവന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്, രോഗിക്ക് ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സാണ് നടക്കുക. എന്തൊക്കെയാണ്? നേരെ പേഷ്യന്റ് കൗൺസിലിങ്ങിന് പോകുന്നു, അവിടെ നിന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് റിസീവ് ചെയ്യുന്നു, then അഡ്മിഷൻ, then വാർഡ്, then ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അപ്പം അതാണ് അവിടെ പറയുന്നത്. ഇനി നിങ്ങൾ നേരെ നോക്കിയേ, ഈ 3 ലൈനും ക്ലിയർ ആണോ? 3 കാര്യങ്ങളും ക്ലിയർ ആണോ? ഇനി നേരെ നോക്ക് കേട്ടോ. ഈ 3 കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോകുന്നു. ഇൻവെസ്റ്റിഗേഷനിൽ എന്താ നടക്കുന്നത്? അതായത് എല്ലാത്തരം അന്വേഷണങ്ങളും, കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടെ പരിശോധിക്കുന്നുണ്ട്. കണ്ണിന്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷനും നടത്തുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് റെസിപ്റ്റ് വേണം. അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പേഷ്യന്റ് ഐ ഡി, ഇൻവെസ്റ്റിഗേഷൻ ഡൺ, റൈറ്റ് ഐ, ടെക്നീഷ്യൻ ചാർജ്, റെസിപ്റ്റ് നമ്പർ. അതായത് അവർക്കൊരു ചാർജ് ഉണ്ടാകും. അതുപോലെ തന്നെ അതിന് നമ്മൾ ക്യാഷ് അടച്ചാൽ മാത്രമാണ് അവർ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാം അല്ലെ, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷന് റെഫർ ചെയ്യുന്ന ഒരു രോഗിക്ക് അവിടെ നിന്ന് ക്യാഷ് കൗണ്ടറിലേക്കാണ് രോഗി പോകുന്നത്. അവിടെ വെച്ച് പണം അടക്കണം അല്ലെ. ക്യാഷ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്യുക അല്ലെ. ആ റെസിപ്റ്റ് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തും. ദെൻ പരിശോധനകൾ നടത്തി ഡോക്ടറെ കാണിച്ചതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, അഡ്മിറ്റ് ചെയ്യാം. ഓക്കെ, അഡ്മിറ്റ് ചെയ്യുന്നു, വേണമെങ്കിൽ വാർഡിലേക്ക് മാറ്റുന്നു, ദെൻ ഓപ്പറേഷൻ വേണമെങ്കിൽ അതും ചെയ്യും. അതാണ് ആ ഒരു പ്രൊസീജിയർ. ഇനി വേറൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ചില പേഷ്യൻസ് രജിസ്ട്രേഷനിൽ വന്നു, ക്ലിനിക്കൽ എക്സാമിന് വിധേയനായി, ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ക്യാഷ് കൗണ്ടറിൽ പോകുന്നില്ല, ഡയറക്റ്റ് വാർഡിലേക്കോ ഓപ്പറേഷൻ തിയേറ്ററിലോ ആണ് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം ക്യാഷ് കൗണ്ടറിൽ പോവാത്തത് ആ പേഷ്യന്റ്? ഒന്ന് കമന്റ് ചെയ്തേ, നിങ്ങൾ അറിയാവുന്ന നോക്കട്ടെ. എന്തുകൊണ്ടായിരിക്കാം ക്യാഷ് കൗണ്ടറിൽ പോവാത്തത് ആ പേഷ്യന്റ്? നേരിട്ട് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് വാർഡിലേക്കോ ഓപ്പറേഷൻ തിയേറ്ററിലോ ഒക്കെ അയാളെ മാറ്റുവാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം? അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കും? ക്യാഷ് കൗണ്ടറിൽ പോയി പണം അടച്ചില്ല അദ്ദേഹം. അഡ്മിറ്റ് ആവുകയാണെങ്കിലും പണം അടക്കണ്ടേ? നമ്മള് ഒരു ഡെപ്പോസിറ്റ് അവിടെ ചെയ്യണ്ടേ? ഇൻഷുറൻസ്, മുല്ലാമുദ്ദ് പറഞ്ഞ ശരിയാണ് കേട്ടോ. ഇൻഷുറൻസിന്റെ കേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ ക്ലെയിം ഉണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യേണ്ട, ക്യാഷ് കൗണ്ടറിൽ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് അവിടെയുള്ള വ്യത്യാസം. ഇനി നിങ്ങൾ ആ റൈറ്റ് ആയിട്ടുള്ള ആ ഒരു ടേബിളിന്റെ റൈറ്റ് സൈഡിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ വായിക്കാം. പേഷ്യന്റ് ഐ ഡി, അതായത് പേഷ്യന്റ് കൗൺസിലിംഗിന്റെ അവിടെ പേഷ്യന്റ് ഐ ഡി, ഡേറ്റ്, പ്രൊസീജിയർ, അഡ്വൈസഡ്. PA എന്ന് പറഞ്ഞാല് വിഷ്വൽ ആക്യൂറ്റി ആണ് കേട്ടോ. അതായത് കണ്ണ് പരിശോധന, അതായത് കണ്ണിന്റെ ഇത് അളക്കുന്നതാണ് വിഷ്വൽ ആക്യൂറ്റി. VISUAL ACUITY, വിഷ്വൽ ആക്യൂറ്റി. എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കണ്ണ് പരിശോധിക്കുന്നുണ്ട് കേട്ടോ. കണ്ണാശുപത്രി ആയതുകൊണ്ട് തന്നെ കണ്ണ് അദ്ദേഹത്തിന് പരിശോധിക്കുന്നുണ്ട്. അപ്പോ IVA എന്ന് പറഞ്ഞാല് കണ്ണ് പരിശോധനയാണ്. അപ്പൊ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന്റെ അവിടെ ചെല്ലുമ്പോൾ, പേഷ്യന്റ് കൗൺസിലിംഗിന്റെ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിഫറൻസ് ചോദിക്കുന്നുണ്ട്. അതാണ് അവിടെ പേഷ്യന്റ് പ്രിഫറൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അതായത് ക്യാഷ് ഉണ്ടോ, പൈസ അടയ്ക്കാനുണ്ടോ, ഓപ്പറേഷൻ മറ്റുള്ള ചെലവൊക്കെ വഹിക്കാനുണ്ടോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അതാണ് അവിടെ വരുന്നത്. എന്നാൽ അതിന്റെ അടിയിലായിട്ട് അഡ്മിഷൻ ഡിസ്ചാർജിന്റെ അവിടെ പേഷ്യന്റ് ID, ഡേറ്റ്, ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ, സർജൻ, ഡിസ്ചാർജ് ഡേറ്റ്, പോസ്റ്റ് OP VA. അതായത് അവിടെയും പേഷ്യന്റ് ID പരിശോധിക്കുന്നു, ഡേറ്റ് ഇടുന്നു, ട്രീറ്റ്മെന്റ് അഡ്മിഷൻ ആയതുകൊണ്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്, അതുപോലെ എന്താണ് കണ്ണിന് പ്രോബ്ലം, എന്താണ്, ഏത് സർജൻ ആണ് ട്രീറ്റ് ചെയ്യുന്നത്, ഡിസ്ചാർജ് ഡേറ്റ് എന്നാണ്. അതുപോലെ പോസ്റ്റ് OP, അതായത് ഓപ്പറേഷന് ശേഷമുള്ള പേഷ്യൻസ് ആണെങ്കിൽ
അവരുടെ കണ്ടീഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ദെൻ ലാസ്റ്റ് അതായത് വാർഡിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പേഷ്യന്റ് ഐ ഡി കൊടുത്തിരിക്കുന്നു, ഡേറ്റ്, പ്രൊസീജിയർ, ഐ, സർജൻ, കോംപ്ലിക്കേഷൻ. അതായത് സർജൻ ആരാണ്, കിടത്തിയിരിക്കുന്നതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ, അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, കാറ്ററാക്ട് സർജറീസ് ഔട്ട്കം ഡാറ്റ. അതായത് കണ്ണിന്റെ എന്താ പറയാ സർജറിയാണ് നമ്മൾ കാറ്ററാക്ട് സർജറി എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ലെൻസ് റീപ്ലേസ്മെന്റ് കേട്ടോ, അതിനെയാണ് കാറ്ററാക്ട് സർജറി എന്ന് പറയുന്നത്. ഒന്ന് എഴുതി വെക്കുക, ലെൻസ് റീപ്ലേസ്മെന്റ്. ഓക്കെ, ലെൻസ് റീപ്ലേസ്മെന്റ് കേട്ടോ. പി എ എന്ന് പറഞ്ഞാല് വിഷ്വൽ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ആ 2 കാര്യങ്ങളാണ് അവിടെ നോട്ട് ചെയ്യാനുള്ളത്. ഞാൻ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു കേട്ടോ പറഞ്ഞു തന്നത്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആയില്ല, മനസ്സിലായില്ല പിക്ചർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഡൗട്ട് ഒന്നുമില്ല, ക്ലിയർ ആയല്ല? ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, നെക്സ്റ്റ് ട്യൂസ്ഡേ കാണാം. ഓക്കെ, ബൈ. Okay, ma'am. Thank you. താങ്ക് യു. Thank you.